ടോപ്പ് സിംഗറിലെ സ്വരവാത്സല്യം നമ്മുടെ പ്രിയപ്പെട്ട സീതക്കുട്ടി. വെൽക്കം സീതാലക്ഷ്മി ഓൺ സ്റ്റേജ്. സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. ആടി ആടി നീരാടി പവിഴത്തിരകളിൽ ചാഞ്ചാടി. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. അംഗോപാംഗം സ്വരമുഖരം ഹൃദജനം ആടുമി ഹോമാഗ്നിയിൽ എൻ ജന്മമേ നീ കാവ്യമായി. അംഗോപാംഗം സ്വരമുഖരം ഹൃദജലനം ആടുമി ഹോമാഗ്നിയിൽ എൻ ജന്മമേ നീ കാവ്യമായി. ഗോപികാരമണ രൂപമേ നെഞ്ചിലുണരൂ അഭിനവ സഭയിൽ ഒന്നു പാടുമീ ശ്യാമകന്നി കനിയോ. അടിമലരിനകളെ അകതാരിരണിയും മരവീണ ഇവളെന്നും അംഗോപാംഗം സ്വരമുഖരം. കണ്ണിൽ നിന്മേൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു. പൊന്നോ പൂമുട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി. നിന്നരത്തെ പൂകൾ ചിരിവിതറി തൈമാസത്തിൻ പദമാടി തിരുമുടിയിൽ ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്റെ അനാഥ മൗനം. കണ്ണിൽ നിന്മേൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു. പൊന്നോ പൂമുട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി. പാട്ടിൻ കല്ലോലിനി. സീതാലക്ഷ്മി ജാനകിയമ്മയുടെയും ചിത്രചേച്ചിയുടെയും നിത്യഹരിത മധുരസ്വരത്തിന്റെ നിരന്തര ആരാധികയാണ് ടോപ്പ് സിംഗറിലെ സ്വരമാധുര്യം സീതാലക്ഷ്മി. തിരിമുറിയാതെ പെയ്തൊരു സ്നേഹം പുലരിപ്പുഴയിലെ സംഗീതമായി. സപ്തസ്വരങ്ങളും ആലാപന മികവിലൂടെ അമ്മാനമാടുന്നവളെന്നാണ് വിധികർത്താക്കൾ സീതാലക്ഷ്മിക്ക് നൽകിയ വിശേഷണം. എന്തിനു വേറൊരു സൂര്യോദയം. കോട്ടയത്ത് നിന്നെത്തിയ ഈ പാട്ടുകാരി ടോപ്പ് സിംഗറിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെത്തുമ്പോൾ പാട്ടുകൾ നൽകിയ ആത്മവിശ്വാസം തന്നെയാണ് കൈമുതൽ. കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായ. അംഗോപാംഗം സ്വരമുഖരം. ഇനിയൊരു ജന്മം തന്നിടുമോ. കണ്ണിൽ നിന്മേൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു. മലയാള സിനിമയിലെ ഒരു വാഗ്ദാനമാണ്. ആലയം മാറോടും അയ്യോ പ്ലേബാക്ക് സിംഗർ തന്നെയാ. ഇന്നുള്ളോരും ഉള്ളാണ്ട കുറുവാക്കിനി. സീതക്കുട്ടി ഒരു ഡയമണ്ട്. മൈലത്തും ആനിന്
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഓടി ഇരച്ചു കയറിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സീതാലക്ഷ്മിക്ക് കൺഗ്രാറ്റുലേഷൻസ്. സീതകുട്ടി, ഏതാണ് പാട്ട്? ഫേവറേറ്റ് റൗണ്ടില് മുരളീധര മുകുന്ദ തൊഴുന്നേ. സലിൽ ചൗധരി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. പി ഭാസ്കരൻ സാറാണോ എഴുതിയിരിക്കുന്നത്? അതെ. ജാനകിയമ്മയാണോ പാടിയിരിക്കുന്നത്? അവള് പറയണ്ടേ അതല്ല. ഏത് വർഷത്തിൽ ഇറങ്ങിയതാ? അതാണ് ചോദ്യം. 1977. ആണോ? അല്ല, അതെ. 1977. ഏത് ഫിലിമില്? അപരാധി. കറക്റ്റ്. ഒരു പാട്ട് ഞാൻ ഓർമ്മ വരുന്നുണ്ട്. അപരാധിനാനല്ല അപരാധമെന്ന പുരന്ദരദാസരല്ലേ? അറിയാമത്? കപട നാടക സൂത്രധാരി അപരാധി നാനല്ല അപരാധമെന്ന. അപ്പോ ആർക്കും അപരാധമില്ല. ഇവിടെ അപരാധമേ ഇല്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോകമാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അല്ലേ. നമുക്കിവിടെ സന്തോഷത്തിന്റെ പൂക്കൾ വിതറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അസാധ്യമായിട്ട് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മുരളീധര മുകുന്ദ തൊഴുന്നേ, മുരളീധര മുകുന്ദ തൊഴുന്നേ, അരുളിടുക വരം വാതാലയേശ, പദയുഗണം തൊഴുന്നേ തൊഴുന്നേ, കണ്ണ കണ്ണ മുരളീധര മുകുന്ദ തൊഴുന്നേ. അരുളിടുക വരം വാതാലയേശ, പദയുഗണം
നല്ലൊരു സോങ് ചോയ്സ്, അടിപൊളി കേട്ടോ. ഉഗ്രൻ സോങ് ചോയ്സ് ആയിരുന്നു കേട്ടോ. ഈ പാട്ട് ഞാൻ പഠിച്ച് പാടണമെന്നൊരു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പാടി സീതു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. പക്ഷെ ചില കാര്യങ്ങൾ സലീദാന്റെ ഈ ഒരു നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് അല്ലേ, അത് അവിടെ നിന്ന് വരുന്ന അല്ലേ, ബംഗാളി അവിടെ നിന്ന്, പിന്നെ ആ നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫീൽ അല്ലേ ഈ സംഗതി പാടുമ്പോൾ, അത് നമ്മുടെ സൗത്തിലുള്ള സംഗതിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിന്റെ ആ സ്റ്റൈലിസ്റ്റിക് എലിമെന്റ് ഒന്ന് കുറച്ചുകൂടി എനിക്ക് തോന്നി സീതയുടെ കഴിവിന് അത് കറക്റ്റായിട്ട് പിടിച്ച് പാടാന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഒന്ന് പല്ലവി ഒന്ന് സംഗതികളൊക്കെ വന്നു, പക്ഷെ അത് കുറച്ചുകൂടി ഗ്ലാമറസ് ആവാന്ന് തോന്നി. ഒരു പ്രാവശ്യം പല്ലവി പാടി കേൾപ്പിക്കാമോ? മുരളീധരാ മുകുന്ദ മുകുന്ദ. അവിടെ ഇന്ന് കുറച്ച് ശ്വാസത്തിന്റെ പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ സീതയ്ക്ക് ഒന്നും ഇതൊക്കെ ഈസിയാണ് അല്ലേ? എനിക്ക് ആ ശ്വാസത്തിന്റെ കാരണമാണ് ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ട് സംഗതി വരുന്നത്. പക്ഷെ ഇന്ന് ട്രൈ ചെയ്യാം. മുരളീധർ മുരളീധരാ മുകുന്ദ തൊഴുന്നേ. അതുവരെ കിട്ടുന്നില്ല ശ്വാസം. ഓക്കെ, അതാണ് ആ സംഗതി. ആ മുകുന്ദ തൊഴുന്നേ, അതല്ലേ അത്. മുരളീധരാ മുകുന്ദ തൊഴുന്നേ. മച്ച് ബെറ്റർ. അരുളിടുക അരുളിടുക താത്തരീരാ. ആ ഗ്ലൈഡ് ഒന്ന് വരട്ടെ. അരുളിടുക വരം വാതാലയേശ. ഈ വാതാലയേശ കട്ടല്ലേ, അത് ആ കട്ട് കുറച്ചുകൂടി അങ്ങനെ കിട്ടിയ മനോഹരമായിരിക്കും. വാതാലയേശ പദയുഗണം പദയുഗണം തൊഴുന്നേൻ തൊഴുന്നേൻ കണ്ണ കണ്ണ. ഇത് കണ്ണ കണ്ണ, അത് കുറച്ചുകൂടി അത് ക്രിസ്പായിട്ട് കിട്ടാൻ തോന്നി എനിക്ക്. മുരളീധരാ മുകുന്ദ തൊഴുന്നേ. കൊള്ളാം. അനുപല്ലവിയിൽ അങ്ങനെ തന്നെ ഈ എസ്പെഷ്യലി കണ്ണാ കണ്ണാല് ലാസ്റ്റ് വരുന്നത്, അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാമെന്ന് എനിക്ക് തോന്നി. ഹരേ കൃഷ്ണ ശ്രീധര മധുകര മാധവ മാധവ മധുകര മാധവ ഗോകുലപാൻ ഗോകുലപാൻ. ഹരേ കൃഷ്ണ ശ്രീധര മധുകര. വേണ്ട, അത് കുറച്ച് മുള്ളുണ്ടോ? സീതക്കുട്ടി വിചാരിച്ച പോലെ സീതക്കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടമാണ് അല്ലേ? അത് സാരമില്ല. യു ആർ ഇൻ ദ ക്വാർട്ടർ ഫൈനൽസ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ഇതെന്താ തന്നിരിക്കുന്നത്? അനുഗ്രഹമാണ്. വെറുതെ ഒന്നും അങ്കിൾ ആർക്കും അനുഗ്രഹം കൊടുക്കാറില്ല കേട്ടോ. ഭയങ്കര ഡിമാൻഡാ. ഭയങ്കര ഡിമാൻഡ്. മാത്രമല്ല എനിക്ക് വളരെ ആത്മബോധത്തോടുകൂടി വളരെ പ്രൗഡായിട്ട് പറയാം, അതായത് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ അനിയന്മാരും അനിയത്തിമാരുമായിട്ടുള്ള ഗായകരൊക്കെ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഏറ്റവും അറിയപ്പെടുന്ന പാട്ടുകാരാണ്. സന്തോഷത്തിൽ എത്ര വേണമെങ്കിലും കരഞ്ഞോ, എപ്പോ വേണമെങ്കിലും കരഞ്ഞോ, ഞാനും കൂടെ വന്ന് കരയാം. പ്ലീസ് ഒന്ന് സന്തോഷത്തിലൊന്ന് കരഞ്ഞു നോക്ക്. ഇടിച്ച് കരയണം. അപ്പൊ ഇന്ന് സീതക്കുട്ടി പാടിയത് വളരെ നന്നായിരുന്നു. പക്ഷെ സീതക്കുട്ടിയുടെ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്ന് സീതക്കുട്ടിക്ക് അറിയാം. അത് തന്നെയാണ് അനു വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, അഹം ഭാവമല്ല വേണ്ടത്, അഹം
ബോധമാണ് വേണ്ടത്. അഹം ബോധമുള്ളത് കൊണ്ടാണ് അവിടെ കരയാൻ തോന്നുന്നത്. ബൈബിളിൽ ഉള്ള ഒരു വചനം ഞാൻ എപ്പോഴും എൻ്റെ മന്ത്രമാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ സീതക്കുട്ടി മന്ത്രമാക്കിയോ. അതായത്, നീ നിന്റെ അറിവും വിനയവും കൊണ്ട് നിന്റെ ജീവിതത്തെ മൂടി പിടിപ്പിക്കുക. മനസ്സിലായോ? അപ്പൊ അതില് ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഒരറിവുമില്ല. അതാണ് ഒഴിഞ്ഞ കുപ്പിന്ന്. അതിലോട്ടെ അറിവ് നിറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അറിവില്ല എന്നുള്ള ആ വലിയ അറിവ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമുക്ക് വിനയം വരും. ഈ അറിവും വിനയവും കൊണ്ട് ജീവിതത്തെ മൂടി പിടിപ്പിക്കാം. അങ്ങനെ മൂടി പിടിപ്പിക്കാൻ സാധിക്കില്ല. കേട്ടോ? ആ ശാരികേ എൻ ശാരികേ മാതളപ്പൂപോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി. ശാരികേ എൻ ശാരികേ. ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇത് നിർത്തുന്നത് എങ്ങനെയാണ്? അവസാനം നിർത്തുന്നത് മുരളീധര മുകുന്ദ തൊഴുന്നേ. അത് തന്നെയാണ് അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. तुझको पुकारे मेरे मन का पपीहरा, मीठी मीठी अगनी में जले मोरा जियरा. सजना बरखा बहार आई, रस की पुहार लाई, आँखियों में प्यार लाए. सजना बरखा बहार आई. കേളി നളിനം വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ വ്രീളാവതിയായി ഉണരുമോ മയങ്ങും മനസ്സിൻ സരസിൽ നീ കേളി നളിനം വിടരുമോ. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കൊടുത്താരോ മധുരമായി പാടും മണിശങ്കുകളായി. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. നിസ ഗമപനി സരിഗാ आरे मितवा जन्म जन्म से है हमको प्यासे. आ संग मेरे गा नि सगम पनी सरिया. आरे मितवा जन्म जन्म से है हम तो प्यासे. आ संग मेरे गा नि सगम पनी सरेगा. സൂപ്പർ. ഗപദനിദ ഗപദനിദ ഗപദനിദനിദ ഗപദനിദ ധനിസ ധനി പദനി പദ ഗമദ പപ നീ പ
രേണേ പഗാസ നിസരിത പദ നിദ ഗമ ഗമ റിസ നിസ ഗമ പനി സരഗ ആരേ മിത്വാ जन्म जन्म से हम तो प्यासे आ संग मेरे का निसगमा पनी सरेगा അപ്പ മോള് ചിരിച്ചു ഫൈനലി. നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് പാടിയല്ലേ? ഈ കുഞ്ഞും എനിക്ക് വയ്യ. மதுவை എന്തോ எப்படி இருந்தது? ரொம்ப நல்லா இருந்தது. குழந்தை பாடினது ரொம்ப நல்லா இருந்தது. அந்த மாதிரி இந்த ஸ்லிப்ஸ் எல்லாம் கொஞ்சம் கொஞ்சம் கவனிக்கணும், அவ்வளோதான். அந்த ஹிந்துஸ்தானி ஸ்டைல கொஞ்சம் கொண்டு வரதுக்கு முயற்சி பண்ணணும். ஆமாதான் சரி மாமி, என்ன பண்ணணும்? கரெக்ட் தானே? ரொம்ப ശരി. ഹിന്ദുസ്ഥാനി കൊണ്ടുവരதுக்கு മുയற்சி பண்ணணும். മുയർച്ചയുടെ അർത്ഥം എന്താണ്? എഫേർട്ട്. സീതാലക്ഷ്മി, സീതാലക്ഷ്മി എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം ഇവിടെ. സോറി, ഞാൻ ജസ്റ്റ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചുമ്മാ പാടി നോക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല ഗസൽസ് ഇതുപോലത്തെ പാട്ടുകളൊക്കെ പാടി ഒരുമിച്ച് പാടി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറേ പ്രാവശ്യം ദാസേട്ടൻ്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട്, ഹരിജിയുടെ ഒക്കെ കൂടെ ചുമ്മാ ഞാൻ പാടി ഇഷ്ടം പോലെ. അതിപ്പോൾ അതുപോലെ ട്രൈ ചെയ്യുക, ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് സീത. സീതക്കുട്ടി, എന്തോ പാട്ട് ഗംഭീരമായിരുന്നു. ഈ പാടാൻ നേരത്തെ സീതക്കുട്ടിയുടെ മുഖത്ത് ശ്രദ്ധിക്കുമ്പോൾ സീതക്കുട്ടിയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ ഭയങ്കര ഫണ്ണിയാണ്. അതായത് ഇങ്ങനെ നമ്മൾ പാടാൻ നേരത്ത് ഇങ്ങനെയൊക്കെ ആക്കാൻ നേരത്ത് വളരെ സീരിയസ് ആയിട്ട് ഗൗരവമുള്ള പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണ കണ്ണ സീതക്കുട്ടി. പക്ഷെ അതൊക്കെ അങ്ങ് ഈ പറഞ്ഞ പോലെ കണ്ടും കേട്ടും പഠിച്ചു വരുമ്പോൾ അതൊക്കെ മാറ്റാം കേട്ടോ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ചക്കരെ. അപ്പോൾ നെക്സ്റ്റ് ടൈം അടിപൊളിയാവട്ടെ, സൂപ്പർ ആവട്ടെ. ഇനി കരയരുത് കേട്ടല്ലോ. ഈ ക്വാർട്ടർ ഫൈനലിൽ നമുക്ക് തരാനുള്ള ടിപ്പിനെ കുറിച്ച് സ്പെഷ്യൽ ടിപ്പുണ്ട് ഓരോ കണ്ടസ്റ്റന്റ്. സീതക്കുട്ടിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതുവരെയുള്ള സീതക്കുട്ടിയുടെ എല്ലാ പെർഫോമൻസസും ഇവാലുവേറ്റ് ചെയ്തിട്ട്. ഒന്ന് എന്ന് പറയുന്നത്, സീതക്കുട്ടി കുറച്ചും കൂടെ എക്സ്പ്രഷന്, ഭാവത്തിന് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കണം ഓരോ പെർഫോമൻസ്. ഞാൻ പറയുന്ന പ്രത്യേകിച്ചും ഇങ്ങനത്തെ മെലഡീസ് പാടുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിൽ ഓർക്കണം. രണ്ടാമത്, നമ്മുടെ കുഞ്ഞ് എപ്പോഴും പെർഫെക്ഷന് വേണ്ടി സ്ട്രൈവ് ചെയ്യുന്നുണ്ട്. ഒരാളും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ ഇവിടെ നമ്മൾ പല പാട്ടുകളും പാടിയില്ലേ, ഇതിനകത്ത് ഞാൻ പാടിയതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാൻ പാടിയതിലുണ്ട്, നമ്മളെല്ലാം പാടിയതിലും. എല്ലാവരുടെയും. അപ്പോൾ ബീങ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്ഷൻ ആണ്. ആ ഇംപെർഫെക്ഷനകത്ത് നമുക്കൊരു പെർഫെക്ഷൻ കണ്ടെത്താനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെർഫെക്ഷന് വേണ്ടി സ്ട്രൈവ് ചെയ്തിട്ട് പെർഫെക്ഷൻ കിട്ടിയില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഇതാണ് എനിക്ക് സ്പെഷ്യൽ ടിപ്പായിട്ട് തരാനുള്ളത്. അത് എന്താണ് നമ്മുടെ സീതക്കുട്ടിയുടെ കീഴിൽ. അപ്പൊ എന്തായാലും സീതക്കുട്ടിക്ക് ഇന്ന് ഡബിൾ വാവ്. So Sitakutti is going to be awarded a double wow. ആടിയൊരു സീതപ്പുക്കുട്ടി. A double wow. 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 അവരല്ല. മണിക്കിനാവിൻ്റെ
കൊടി പോലെ പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ തങ്കക്കിനാവിങ്കൽ ഏതോ സ്വരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്വരണതൻ തമ്പുരു ശ്രുതി നീട്ടി നീ വന്നു തമ്പുരു ശ്രുതി നീട്ടി നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു വാനത്തിൻ ഇരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ വാനത്തിൻ ഇരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ മൂടുപടം അണിഞ്ഞ് മോഹസങ്കൽപ്പം പോലെ മൂടുപടം അണിഞ്ഞ് മോഹസങ്കൽപ്പം പോലെ മാടി വീഴിക്കാതെ നീ വന്നു മാടി വീഴിക്കാതെ നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു എം ജെ ഞങ്ങളെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് 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 ആരായിരിക്കും? ആരാന്നേ ആരാന്നേ ആരാ നമ്മുടെ വൈഷ്ണവി KV. വെൽക്കം വൈഷ്ണവി കുട്ടി